ചതുർയുഗങ്ങളിൽ ആദ്യത്തേതായ കൃതയുഗത്തിൽ മനുഷ്യർ തന്നിൽ തന്നെ കുടികൊള്ളുന്ന ആത്മത്വത്തെ തപസ്സുകൊണ്ട് കണ്ടെത്തുകയുണ്ടായി. തുടർന്ന് ത്രേതായുഗത്തിൽ അഗ്നിയെ ഈശ്വരപ്രതീകമായി സങ്കല്പിച്ചുകൊണ്ട് യാഗഹോമാദികൾ ചെയ്ത് ഈശ്വരസേവ നടത്തിപ്പോന്നു. ദ്വാപരയുഗമായപ്പോഴേക്കും ഈശ്വരപൂജയ്ക്ക് ഒരു ഉപാധി വേണമെന്നായി. സമൂഹത്തിലുണ്ടായ ധർമ്മച്യുതി ഇതിന് കാരണമായി. ഇപ്രകാരം ദ്വാപരയുഗത്തിൽ ദേവാരാധനയ്ക്കായി ശിവലിംഗം രൂപം കൊണ്ടു. പ്രപഞ്ചത്തിന്റെ പ്രഥമ പ്രഭാവം ഒരു ബിന്ദുവാണെന്നും ഓംകാരനാദത്തിന്റെ ചാലന സ്വഭാവം സർപ്പാകൃതിയിലാണെന്നും ഋഷീശ്വരന്മാർ മുമ്പ് തന്നെ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇപ്രകാരം ബിന്ദുവും നാദവും കൂടിച്ചേർന്ന രൂപത്തെ ലിംഗാകൃതിയായി പരിഗണിക്കപ്പെടുന്നു. പരമാത്മ ചൈതന്യത്തിന്റെ ഒരടയാളമാണ് ശിവലിംഗം. ഈശ്വരാരാധനയ്ക്കായി ആദ്യം സങ്കല്പിക്കപ്പെട്ട രൂപവും ഇത് തന്നെ. തത്ക്ഷേത്രം യച്ഛയാദൃച്ഛ യദ്വികാരി യദച്ഛയത് സചയോ യത്പ്രഭാവശ്ച തസ്മാത്സേന മേ ശൃണുഃ. ക്ഷേത്രായനം ക്ഷേത്രായനം. ഭാരതീയ ആരാധനാ സമ്പ്രദായത്തിൽ പ്രഥമസ്ഥാനം നൽകുന്ന ബ്രഹ്മസ്വരൂപമായ ശ്രീപരമേശ്വരനെ പ്രതിഷ്ഠ ചെയ്ത് പൂജിക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. ഇതിൽ ശിവസ്ഥലികളായി പേരുകേട്ട ചില പ്രമുഖ ക്ഷേത്രങ്ങൾ തളി എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ശൈവാരാധകർ മതപ്രബോധനത്തിന് ഉപയോഗിച്ചിരുന്ന തളി എന്ന സ്ഥലം പിൽക്കാലത്ത് തളിക്ഷേത്രങ്ങളായി രൂപാന്തരപ്പെട്ടു. 18 പ്രധാന തളികൾ കേരളത്തിലുണ്ട്. ഈ ക്ഷേത്രങ്ങൾ രാജകൊട്ടാരങ്ങളോട് ബന്ധപ്പെട്ടുണ്ടായിരുന്നവയാണ്. ക്ഷേത്രായനത്തിന്റെ ഈ എപ്പിസോഡിൽ കുന്നല കോനാതിരിയായി വാണുകൊണ്ട് മധ്യകാല കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി മാറിയ സാമൂതിരിമാരുടെ പ്രധാന ആരാധനാ കേന്ദ്രമായ കോഴിക്കോട് തളിക്ഷേത്രത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം 836 AD ഈ കോഴിക്കോട്ട് പട്ടണം സാമൂതിരിപ്പാടിൻ്റെ കൈവശത്തിലായത്. അന്ന് അതൊരു ചതുപ്പ് പ്രദേശമായിരുന്നു. ചേരമാൻ പെരുമാൾ ഇവിടെ കോഴിക്കോട്ട് കുന്നൻ്റെ മുകളിൽ കയറി ഇവിടുന്ന് കോഴി കോക്കുന്ന സ്ഥലം മുഴുവൻ പിടിച്ച് എടുത്തോളൂ എന്ന് പറഞ്ഞു. കല്ലായിപ്പുഴയുടെ ഇക്കരത്തും സമുദ്രത്തിൻ്റെ ഇടയിലുമുള്ള കുറച്ച് പ്രദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അധികം ജനവാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് തന്നെ ചെറുതായിട്ടൊരു ക്ഷേത്രം, ഒരു വളരെ ജീർണിച്ച നിലയിലൊരു ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിരുന്നത് ഇവിടുത്തെ കുറച്ച് ചില ബ്രാഹ്മണരായിരുന്നു. തളിയാതിരിമാർ എന്നാണ് അവരെ പറഞ്ഞിരുന്നത്. അവരെ ഒഴിപ്പിച്ചിട്ട് സാമൂതിരിപ്പാട് ക്ഷേത്രം ആദ്യമായിട്ട് പട്ടണം സ്ഥാപിക്കുന്നതിന് മുമ്പേ ഈ ക്ഷേത്രം പണിയുകയാണ് ഉണ്ടായത്. ഓം ശിവായ. കേരളോൽപത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പരശുരാമ ചരിത്രത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രോത്ഭവത്തിന്റെ ഐതിഹ്യ കഥയ്ക്ക്. ദ്വാപരയുഗത്തിന്റെ അവസാനം പരശുരാമന്റെ തപസ്സിന്റെ ഫലമായി ക്ഷേത്രം ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ശിവപാർവതിമാർ ഒരു ദിവ്യ ജ്യോതിസായി പ്രത്യക്ഷപ്പെട്ടുവെന്ന് ക്ഷേത്രപുരാണം പറയുന്നു. ഓം കബർദിനേ നമഃ. ഓം നീലലോഹിതായ നമഃ. ഓം ശങ്കരായ നമഃ. ഓം ശൂലപാണേ നമഃ. ഓം ഖഡ്വാംഗിനേ നമഃ. ഓം വിഷ്ണുവല്ലഭായ നമഃ. ഓം ശിവിവിഷ്ടായ നമഃ. ഓം അംബികാനാഥായ നമഃ. ഓം ശ്രീകണ്ഠായ നമഃ. ഓം ഭക്തവത്സരായ നമഃ. കൽപ്പവൃക്ഷ ചുവട്ടിൽ ഉരുകിയൊലിച്ചു വരുന്ന സ്വർണത്തിന്റെ നിറത്തോടുകൂടി പത്മാസനസ്ഥനായി തന്റെ ഇടത്തെ മടിത്തട്ടിൽ ഇരുന്നരുളുന്ന പാർവതീദേവിയുടെ തനയുഗങ്ങളെ ഗാഠനിഗൂഢമായി ആശ്ലേഷിച്ചുകൊണ്ട് പലതരത്തിലുള്ള അലങ്കാരങ്ങളും അണിഞ്ഞ്
4 കരങ്ങളിലും പൊന്മാനിനെയും വെൺമഴുവിനെയും ധരിച്ച് 3 കണ്ണോടുകൂടി മൗലിയിൽ ചന്ദ്രക്കലയണിഞ്ഞ് ഇരുവശത്തും ഗണപതിയും സുബ്രഹ്മണ്യനും ആശ്ലേഷിച്ചുകൊണ്ട് പ്രത്യക്ഷമായ ശിവശക്തി ചൈതന്യമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഓം ലലാടാക്ഷായ നമഃ. ഓം കാലകാല സൃഷ്ടമായ ജഗത്തിന്റെ പൂർണ്ണ പ്രതീകത്വം വഹിക്കുന്ന സമ്പൂർണ്ണ ശിവരൂപമായ ആ അർദ്ധനാരീശ്വരന്റെ ഭാവം ഇവിടെ ശിവലിംഗമായി കാണപ്പെട്ടു. ഈ ദിവ്യ സാന്നിധ്യത്തെ അംഗോപാംഗങ്ങളോടുകൂടിയ ഉപാസനാമൂർത്തിയായി താന്ത്രിക വിധികളനുസരിച്ച് പിന്നീട് പ്രതിഷ്ഠിക്കുകയുണ്ടായി. ഐതിഹ്യമനുസരിച്ച് ദ്വാപരയുഗത്തോളം പഴക്കമുള്ള ഒരു പ്രത്യക്ഷ ശിവശക്തി ചൈതന്യമാണ് തളി ക്ഷേത്രത്തിലെ മൂർത്തിഭാവത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തളി ശിവക്ഷേത്രത്തിന് 11ാം നൂറ്റാണ്ടോളം പഴക്കമുണ്ടെന്നാണ് പണ്ഡിതമതം. ഉമാമഹേശ്വരന്മാരുടെ ഉദാത്ത ശക്തി ചൈതന്യത്തിനുമേൽ ഉയർന്നു നിൽക്കുന്ന ക്ഷേത്രാരൂഢ നിർമ്മാണ മാതൃക ഇതിനെ സാധൂകരിക്കുന്നു. ഗൗരീശ ശ്രീ ഗൗരീശ നിജം നിജം